തൃശ്ശൂർ സുരേഷ് ഗോപി വിജയിക്കുമെന്ന് എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കി കാണുന്നൊരു കാഴ്ച, പക്ഷേ ജയിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തെ എതിർക്കുന്നത് CPIയുടെ സുനിൽകുമാറാണ്. UDFിൻ്റെ കെ മുരളീധരൻ വന്നിട്ടുണ്ട്. കെ മുരളീധരൻ പണ്ടുകൂടെ പരാജയപ്പെട്ടിട്ടുണ്ട്. കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ വരുത്തിയതുപോലൊരു മാറ്റം അവിടെ വരുത്താൻ സാധിക്കുമെന്ന് കരുതാൻ പറ്റുകയില്ല. സുരേഷ് ഗോപിയുടേതെന്ന് പറഞ്ഞാൽ വളരെ കാലിബ്രേറ്റഡ് ആക്ഷനാണ്. കാരണം തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പെന്ന് മാത്രമല്ല, തോറ്റു കഴിഞ്ഞിട്ടും, കഴിഞ്ഞ ഭരണം തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് തോറ്റു. ആ ചമ്മലില്ലാതെ ജാള്യമില്ലാതെ മണ്ഡലത്തിൽ ചിട്ടയായ പ്രവർത്തനം, മനുഷ്യകാരുണ്യ പ്രവർത്തനം, BJPയുടെ ഒന്നും ഫണ്ടില്ലാതെ സ്വന്തമായിട്ട് നടത്തുകയായിരുന്നു. അപ്പോൾ ഒരു നല്ല മനുഷ്യൻ, നല്ല നടൻ എന്നതിൽ ഉപരി ഒരു നല്ല മനുഷ്യൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിലുണ്ട്. അത് വലിയൊരു സ്വാധീനമായിരിക്കും. ഒരു പക്ഷേ പത്തനംതിട്ടയോടൊപ്പം തൃശ്ശൂരിനും വേണമെങ്കിൽ പ്രവർത്തകർ നന്നായിട്ട് ബൂത്ത് തലം മുതൽ പ്രവർത്തിച്ചെങ്കിലേ നടക്കൂ ഇത് കേട്ടോ. അത് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടുപഠിക്കേണ്ട കാര്യമാണ്. ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ഒരു മാറ്റം, കേരളത്തിൽ MP ഇല്ലെന്നുള്ള BJPയുടെ ദുഃഖം മാറ്റാൻ അവിടെ കഴിയും. കാത്തോലിക്കരുടെ സ്വാധീനമുള്ള മണ്ഡലമാണേ. അപ്പോൾ അതുകൊണ്ട് അവരും കൂടെ വിചാരിക്കണം, എങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. ഇതുവരെ അതിന് വലിയ മാറ്റമൊന്നും കാണുന്നില്ല. സുനിൽകുമാർ തന്നെ വളരെ പന്ന്യൻ രവീന്ദ്രനെ പോലെ സ്വല്പമായിട്ടുള്ള അഴിമതിയുടെ കളങ്കമില്ലാത്ത ആൾ തന്നെ അവിടെ ജയിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയും. ആലത്തൂർ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഹരിദാസിന് ഈ പ്രാവശ്യം അവിടെ ജയിക്കാൻ കഴിയില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓളത്തിൽ ഒരു ഒഴുക്കിന് അനുകൂലമായിട്ട് അങ്ങ് പോയി എന്നേ ഉള്ളൂ. പാർലമെൻറ്റിൽ അവരുടെ പ്രകടനം എന്തായിരുന്നു? വെള്ളമുണ്ടാക്കുക, സസ്പെൻഡ് ചെയ്യപ്പെടുക, ഇതാണ് ഒരു MP ചെയ്യേണ്ടത്. അപ്പോൾ ആ കാര്യത്തിൽ പാർലമെൻ്ററി രംഗത്ത് ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് കെ രാധാകൃഷ്ണൻ തന്നെ മികച്ച CPMൻ്റെ പ്രമുഖനായ നേതാവിനെ തന്നെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം പോലും ഉപേക്ഷിക്കേണ്ടി വരും അദ്ദേഹത്തിന് MP ആയി കഴിഞ്ഞാൽ എന്നുള്ള വേറെ കാര്യം. അതുപോലും റിസ്ക് എടുത്തുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടാണ് CPM കെ രാധാകൃഷ്ണനെ മത്സരത്തിന് എത്തിച്ചിരിക്കുന്നത്. ഈ പ്രാവശ്യം അദ്ദേഹത്തിന് ജയിക്കാം.